ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പം ആ ഒരു ടൈമിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ചക്കര മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. ചക്കര എന്ന് പറഞ്ഞാൽ ശർക്കര കേട്ടോ. ശർക്കര മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മാങ്ങയായാലും നിങ്ങൾക്ക് എടുക്കാം, നല്ല ടേസ്റ്റുള്ള മാങ്ങ എടുക്കണം എന്നേ ഉള്ളൂ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒളർ മാങ്ങയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മാങ്ങേൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതിൻ്റെ ബാക്ക് വശമൊക്കെ ചെത്തി കളഞ്ഞിട്ട് നല്ലോണം കഴുകിയാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു മാങ്ങ ഞങ്ങൾ അതിൻ്റെ രസം കൊണ്ട് എന്താക്കി ഒരു ഭാഗം ഞങ്ങൾ തന്നെ ചെത്തി കഴിച്ചിട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്കൊരു 3 ശർക്കരയും 3 ഏലക്കാഴയും കൂടെ ഇട്ടിട്ട് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് നല്ല തിളപ്പിച്ചിട്ട് അത് അലിയിച്ചെടുക്കുക. എന്നിട്ട് അരിപ്പ വെച്ചിട്ട് അത് ഒന്ന് അരിച്ചെടുക്കുക. കാരണം ശർക്കരയിൽ ഒരുപാട് എന്താ പറയുക, എന്തെങ്കിലും വേസ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അതിൽ എന്താ ഉണ്ടാവുക എന്ന് അരിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കണ്ടില്ലേ, ഇത്രയും വേസ്റ്റ് അതിലുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കും. എന്നിട്ട് കുക്കർ നല്ലോണം കഴുകിയിട്ട് വീണ്ടും അതിലേക്ക് ആ പാനി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഏലക്കായി നമ്മൾ അരിച്ചെടുത്തപ്പം ഉണ്ടായിരുന്നില്ല 3 എണ്ണം, അത് അതിലേക്ക് തന്നെ ഇടണം കേട്ടോ. അത് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ ഓരോന്നായിട്ട് അതിൽ വെച്ചിട്ട് ഒരു 2-3 വിസിലൊക്കെ അടിച്ചാൽ മതിയാവും കേട്ടോ. 3-4 വിസിൽ. നിങ്ങളുടെ കുക്കറിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. കുക്കറിൽ എത്ര വിസിലടിച്ചാലാണ് പെട്ടെന്ന് വേകാറുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഓരോ കുക്കറും വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ 3 വിസിലൊക്കെ അടിച്ചിട്ടാണ് ഓഫാക്കിയത്. അപ്പോൾ അത് നല്ലോണം വെന്ത് കുറുകി നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര മാങ്ങ. എല്ലാവരും ഈ മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇനി തുടർന്ന് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ.